ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല, പല ദിവസങ്ങളിലും പല രീതിയിലാണ്. ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പം രാവിലെ തന്നെ വാവയ്ക്ക് വേണ്ടിയിട്ട് കുറുക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ ആൾക്ക് ഈ കുറുക്കൊന്നും ഇപ്പോൾ ഇഷ്ടമല്ല. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡുകളാണ് ആൾക്ക് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പം ചോറും കഞ്ഞിയും ഒക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ അതൊക്കെ ഉച്ചയ്ക്കൊക്കെ ആ സമയത്തൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ നമ്മൾ രാവിലെ ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. പക്ഷേ ആൾക്ക് ഫസ്റ്റ് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറുക്കാണ് കൊടുക്കുന്നത്. അപ്പം പെട്ടെന്ന് ദഹിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറുക്കാണ് കൊടുക്കുന്നത്. ആളിന് അത് അത്ര ഇഷ്ടമല്ല, എന്നാലും നിർബന്ധിച്ചൊക്കെ കൊടുക്കും. ഒരുപാട് താല്പര്യമൊന്നും ഇല്ലാതാണ് കഴിക്കുന്നത്, എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പതുക്കെ പതുക്കെയാണെങ്കിലും ഉള്ളിലാക്കും. അന്നക്കുട്ടി താണ്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പുള്ളിക്കാരിയുടെ ജോലിയാണ്, ഫുഡ് കൊടുക്കുക എന്നുള്ളത്. ഒരു മീനേ ഉള്ളൂ കേട്ടോ, ഓസ്കാർന്നോ എന്തോ ആണ് ഇതിൻ്റെ പേര്. പിന്നെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അന്നക്കുട്ടി തന്നെയാണ്. പിന്നെ ഗ്ലാസ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി കൊടുക്കുന്നത് ഞാനാണ്. അല്ലാതെ ഫുഡ് കൊടുക്കുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അവൾ നോക്കാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പുള്ളിക്കാരിയുടെ ഒരു ഹോബി എന്ന് വെച്ചാൽ ഈ സൈക്കിൾ ചവിട്ടുകയെന്ന്. ഇത് വാങ്ങി വെച്ചിട്ട് കുറേ നാളായി. ഇത് പിന്നെ നമ്മുടെ വീടിനകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പം ഇച്ചിരി വലുതായപ്പോഴാണ് ഇതൊക്കെ എടുത്ത് ചവിട്ടാനൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മുടെ മുറ്റത്തിട്ട് ചവിട്ടാൻ പറ്റില്ല, അവിടെ മെറ്റിലിട്ടേക്കുന്നുണ്ട്. അപ്പോൾ പുറത്തൊക്കെ ഇട്ട് ചവിട്ടാറുണ്ട്. അതാണിപ്പോൾ ഇതെടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ആ ഒരു പരിസരമൊക്കെ. ഇവിടെ കുറേ അത്യാവശ്യം നേരത്തേക്ക് ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു. ഇപ്പോഴും നല്ല ഭംഗിയുള്ള കുറച്ച് ചെടികൾ, ഇലച്ചെടികളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. മുൻപ് കുറേയും കൂടി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ ഫാദർ മരണപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് കുറേ ചെടികളൊക്കെ നമുക്ക് വെട്ടിക്കളയേണ്ടതായിട്ട് വന്നു, കാരണം പന്തലിടുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്ട് ദോശയും സാമ്പാറുമാണ്. അപ്പം എനിക്ക് ദോശ അത്ര വലിയ താല്പര്യമില്ല എന്നല്ല, എനിക്ക് കൂടുതലും താല്പര്യം ഇഡ്ഡലിയോടാണ്. അന്നക്കുട്ടിക്ക് ദോശയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ദോശ തന്നെ ഉണ്ടാക്കിയത്. മമ്മിയാണ് കേട്ടോ കുക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വാവയായിട്ട് പുറത്ത് നിൽക്കുകയായിരുന്നു. നമ്മുടെ വാവയെ കുറച്ച് സമയം അകത്ത് കാണാനില്ല. നമ്മൾ ഹാളിലിരുത്തിയിട്ട് പോയാൽ തിരിച്ചു വന്നപ്പോൾ ആളിനെ കാണാനില്ല. സിറ്റൗട്ടിൽ കിടക്കുന്ന കസേരയുടെ അടിയിൽ ആളിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം വാവയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് എണ്ണ കാച്ചാനുണ്ട്. അപ്പോൾ അവൾക്ക് എപ്പോഴും ഇങ്ങനെ പനി പിടിക്കുന്ന ഒരു ടൈപ്പ് അങ്ങനെ ഒരു ഇതായതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ ഞാൻ കാച്ചാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് പനിക്കൂർക്കയും ചെമ്പരത്തിയാണ്. പനിക്കൂർക്ക ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പനിയൊക്കെ വരുമ്പോഴത്തേക്ക് ജലദോഷത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ചെമ്പരത്തി എന്ന് പറയുമ്പോൾ മുടിക്കും നല്ലതല്ലേ. അപ്പം ഇത് രണ്ടും കൂടിയിട്ടാണ് എപ്പോഴും ഞാൻ എണ്ണ കാച്ചി വെക്കുന്നത്. ഒരുപാടൊന്നും ഇട്ട് എണ്ണ കാച്ചില്ല, കുറച്ചെടുത്ത് വെക്കാറുള്ളൂ. അത് തീരുമ്പോൾ അടുത്ത് കാച്ചി വെക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത എണ്ണയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് അന്നക്കുട്ടിക്ക് കോൺഫ്ലെക്സ് വേണമെന്ന് പറഞ്ഞു. സാധാരണ ഈ കോൺഫ്ലെക്സ് പാലിനകത്തിടാതെ ചുമ്മാതെ കൊണ്ടു കിടന്ന് പെറുക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല, കോൺഫ്ലെക്സ് വേണമെന്ന് പറഞ്ഞു, പാലിനകത്തിട്ട് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനത് ഉണ്ടാക്കി കൊടുക്കുവാണ്. എനിക്കും ഇഷ്ടമാണ്. അവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഞാൻ എനിക്ക് വേണ്ടിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ. ഇത് നമ്മൾ കുറച്ച് ദിവസം മുൻപ് എടുത്താണ് കേട്ടോ. നമ്മൾ തിരുപ്പതിയിൽ പോകുന്നതിന് മുൻപായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബായ്.